പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള 8-9 മാസത്തിനുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസ് ഒരു തുടർച്ചയായ പരാജയങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതൊരു തുടർക്കഥയായിട്ട് അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ട് തന്നെ കോൺഗ്രസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ഞെട്ടിക്കുന്ന തോൽവിയാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. അതായത് നാണംകെട്ട തോൽവി എന്ന് ഉറപ്പിച്ച് പറയാൻ പാകത്തിനുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിച്ചിരിക്കുന്നത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം വളരെ വലിയ തോതിൽ തിരിച്ചടി ലഭിച്ച, വിജയിക്കുമെന്ന് ഉറപ്പിച്ച സ്ഥലത്ത് തിരിച്ചടി ലഭിച്ച ഒരു സ്ഥലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഹരിയാന. ആ ഹരിയാനയിൽ ഇപ്പോൾ ഇതാ വീണ്ടും വമ്പൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണ്, ഹരിയാന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് കനത്ത പ്രഹരമേൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞ് വോട്ടെണ്ണൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടെണ്ണൽ ഇപ്പോൾ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പുറത്തു വരുന്ന നിലവിലത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും 10 കോർപ്പറേഷനുകളിൽ 9 എണ്ണത്തിലും BJP മുന്നിലാണ്. അതായത് ശക്തമായ ലീഡ് നിലനിർത്തിക്കൊണ്ടാണ് BJP 9 സീറ്റിലും മുന്നിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള ഒരു സീറ്റിൽ അതേഴ്സാണ്, സ്വതന്ത്രരാണ് മുന്നിൽ നിൽക്കുന്നത്. കോൺഗ്രസിനാണെങ്കിൽ വട്ടപൂജ്യമാണ് നിലവിൽ ഹരിയാനയിൽ. ഈ പറയുന്ന കോർപ്പറേഷൻ സീറ്റുകളിൽ ബിഗ് സീറോ ആയിട്ട് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുകയാണ്. 10 എണ്ണത്തിൽ 9 എണ്ണത്തിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി BJP മുന്നേറുന്നു. ഒരു സീറ്റിൽ അവിടെ സ്വതന്ത്രൻ മുന്നേറുകയാണ്. അതായത് ഹരിയാന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹരിയാനയിലെ വിവിധ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, മുനിസിപ്പൽ കൗൺസിലുകൾ, മുനിസിപ്പൽ കമ്മിറ്റികൾ എന്നിവിടങ്ങളിലെ മേയർമാർ, പ്രസിഡന്റുമാർ, വാർഡ് അംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ട്രെൻഡ് നോക്കുമ്പോഴത്തേക്കും സിവാനി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഈ പറയുന്ന തരത്തിൽ സിവാനി മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള വന്ദന കേഡിയ വിജയിച്ചിരിക്കുകയാണ്. വന്ദന 5277 വോട്ടുകൾ നേടി വിജയിച്ചു. അനു ലോഹിയ 4026 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. വന്ദന കേഡിയ 1251 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. അവിടെ ഈ ഒരു ഹരിയാനയിലെ മിക്കവാറും എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും BJPക്ക് തന്നെയാണ് വൻ ലീഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിലത്തെ സിറ്റുവേഷൻ. അതായത് 10 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും കോൺഗ്രസ് പിന്നിലാണ് എന്നുള്ളതാണ് ഒരു ചിത്രമെന്ന് പറയുന്നത്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാൾ മാത്രമാണ് ഈ 10 സീറ്റുകളിൽ ഒരെണ്ണത്തിൽ മുന്നേറുന്നത്. ബാക്കി എല്ലായിടത്തും BJPയുടെ തകർപ്പൻ മുന്നേറ്റം തന്നെയാണ്. കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. മേയർ സ്ഥാനങ്ങളിലും പ്രധാന മുനിസിപ്പൽ വാർഡുകളിലും BJP ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നു. ഇത് അവരുടെ നഗര അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഗുരുഗ്രാം, ഹിസാർ, ഹരീദാബാദ് എന്നിവിടങ്ങളിൽ BJP സ്ഥിരമായ ലീഡ് നിലനിർത്തുകയാണ്. സംസ്ഥാനത്തെ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJPയുടെ ആധിപത്യം തുടരുമെന്ന് തന്നെയാണ് ഈ ഒരു ആദ്യ സൂചന നൽകുന്ന കാര്യമെന്ന് പറയുന്നത്. പ്രധാന നഗരങ്ങളിലെല്ലാം കോൺഗ്രസ് വളരെ പിന്നിലായിരിക്കുന്നു. പാനിപ്പത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വാർഡ് നമ്പർ 1 BJPയുടെ അനിത റാണി പ്രൂത്ത്, വാർഡ് നമ്പർ 2 നിന്ന് BJPയുടെ കാജൽ ശർമ്മ, വാർഡ് നമ്പർ 3 നിന്ന് BJPയുടെ അനിൽ ബജാജ്, വാർഡ് നമ്പർ 4 നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള അഞ്ജലി ശർമ്മ, വാർഡ് നമ്പർ 5 നിന്ന് BJPയുടെ ജയ്ദീപ്, വാർഡ് നമ്പർ 6 നിന്ന് BJPയുടെ കോമൾ, വാർഡ് നമ്പർ 7 നിന്ന് BJPയുടെ അശോക് കതാരിയ, വാർഡ് നമ്പർ 8 നിന്ന് സരോജ് വർമ്മ, വാർഡ് നമ്പർ 9 നിന്ന് നവീൻ ജിൻഡാൽ എന്നിവരെ കൗൺസിലർമാരായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് വളരെ വലിയ തിരിച്ചടിയാണ് ഹരിയാനയിൽ നേരിടാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അന്തിമ റിസൾട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് കോൺഗ്രസിന് അവിടെ വളരെ വലിയൊരു തിരിച്ചടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിൽ 9 എണ്ണത്തിലും BJPയുടെ വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വലിയൊരു ലീഡ് ഉയർത്തിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് കാണപ്പെടുന്നത്. ഒരു സീറ്റിൽ മാത്രം സ്വതന്ത്രൻ, ഒരു സീറ്റിലും ഇല്ലാതെ വട്ടപൂജ്യമായി നിലവിൽ കോൺഗ്രസ് അവിടെ നിലനിൽക്കുകയാണ്.